ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് വേഗം കുളിച്ച് സുന്ദരി കുട്ടപ്പിയായി. എങ്ങോട്ട് പോകണമെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ മെയിനായിട്ട് പോകുന്നത് ഒരാളെ കാണാനാണ്. ആളെ മീറ്റ് ചെയ്തതിന് ശേഷം രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് എങ്ങടാച്ച് പോകാമെന്ന് വിചാരിച്ചു. 11 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ചെറുതായി ഒന്ന് ലേറ്റായി. അതുകൊണ്ട് അവൾ കുറച്ചൊന്ന് പോസ്റ്റായി. പക്ഷേ എത്തിയ പാടെ തന്നെ കിട്ടിയ ബസ് പിടിച്ച് ഞങ്ങൾ മട്ടാഞ്ചേരിക്ക് കയറി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഈ കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫസ്റ്റ് തോന്നുന്നൊരു ബുദ്ധിയാണല്ലോ, ഒന്നെങ്കിൽ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ മട്ടാഞ്ചേരി, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഞങ്ങളും അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അവസാനമായിട്ട് ഞാൻ ഇവളെ കണ്ടിട്ടുള്ളത് ഇവളുടെ കല്യാണത്തിനെയാണ്. അതൊരു 3-4 വർഷം മുന്നെയാണ്. അതിനുശേഷം ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഇതിനിടയ്ക്ക് അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി. ഇപ്പം ഞാനും ഒരു ചാനൽ തുടങ്ങി. അവൾക്ക് പക്ഷേ ഈ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കാരണം വീഡിയോസ് എടുക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. എന്നാലും നമ്മളോട്ട് മോശക്കാരാവരുതല്ലോ. ഞാനും അങ്ങ് കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ നടന്നു. അങ്ങനെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. നല്ല വെയിലാണ് ഒന്നാമത്തെ കേസ്. പിന്നെ ഇറങ്ങിയപ്പോൾ ലേറ്റായ കാരണം തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഒരു ഹോട്ടലിൽ തപ്പി നടക്കലായി. ഈ കാണുന്ന ഐറ്റംസ് അല്ലാതെ അവിടെ തിന്നാനൊന്നും കിട്ടില്ല എന്ന് ആ വിശക്കണ സമയത്ത് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. പിന്നെ ഈ നടന്ന് ഓരോ കടയിൽ കയറി അവരോടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ നിന്നൊന്നും ഫുഡ് കിട്ടില്ല. ഫുഡ് കിട്ടണമെങ്കിൽ ഓട്ടോ വിളിച്ച് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോക്കാരനെ കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഓട്ടോ ചേട്ടൻ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ഇവിടുത്തെ ബെസ്റ്റ് ബിരിയാണി കടയ്ക്ക് തന്നെ ഞങ്ങളങ്ങോട്ട് വിട്ടു. അവിടെ ചെന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. സംഭവം കിടു ബിരിയാണി ആയിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഫുള്ള് തീർന്നു പോയത് തന്നെ അറിഞ്ഞില്ല. സാധാരണ ഫുൾ ബിരിയാണി കഴിക്കാത്ത ഞാൻ ഫുൾ ബിരിയാണി അങ്ങ് കഴിച്ചു. വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല, അവിടുത്തെ ടേസ്റ്റ് കൊണ്ടാണോ അറിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് വീണ്ടും ഞങ്ങൾ നടത്താൻ തുടങ്ങി. പാലസ് കാണുന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. അങ്ങനെ പാലസ് ലക്ഷ്യമാക്കി ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടൊക്കെയായിരുന്നു. എന്നാലും ഞങ്ങൾ തളർന്നില്ല. ഇനിയും ഉണ്ടല്ലോ സ്ട്രീറ്റ്സ്, പോയി കാണാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കിടന്ന് നടന്നു. പിന്നെ ഈ നടന്നു എന്ന് പറയണതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചുമ്മാ നടന്ന് വീഡിയോ എടുക്കാമെന്ന്. അല്ല കേട്ടോ, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. പഠിക്കണ കാലത്തൊക്കെ ഒരു ദിവസം മുടക്കെടുത്ത ആ ദിവസത്തെ വിശേഷം പറയാനായിട്ട് 2 ദിവസം എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇത്രയും വർഷത്തെ വിശേഷങ്ങൾ പറയാൻ കുറച്ച് സമയം കിട്ടിയുള്ളൂ. ആ കിട്ടിയ സമയം ഞങ്ങൾ അത്യാവശ്യത്തിന് കത്തിയടിച്ചിട്ടുണ്ട്. ജോലിയുടെ പ്രഷർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ, ഇനിയിപ്പോൾ എൻ്റെ മാരേജ് വരാൻ പോകുന്ന വിശേഷങ്ങൾ, അവളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ പലരും നമ്മളായിട്ട് ഇപ്പോഴും ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അന്നത്തെ ആ ഒരു ബോണ്ടിങ് ഒന്നുമില്ല. എങ്കിലും നമ്മൾ 2 പേര് കൂടുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കുറിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ പറയുമല്ലോ. എനിക്ക് അവരെ പറ്റി അറിയുന്നത് ഞാൻ അവളോടും, അവൾക്ക് അവരെ പറ്റി പറയുന്നത് അവൾ എന്നോടും, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇവളെ മീറ്റ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ കുറേ ഗ്യാപ്പ് എടുത്തിട്ട് മിണ്ടിയാലും, അതായത് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ വന്നാലും ആ ഒരു പണ്ടത്തെ ബോണ്ടിങ്ങും ആ ഒരു പണ്ടത്തെ നമ്മുടെ സ്വഭാവമൊക്കെ തനിയെ അങ്ങോട്ട് പുറത്തേക്ക് വരും. നമ്മൾ ഡെയിലി വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല. ഈവൻ നമ്മുടെ ലൈഫിൽ നടത്തുന്ന പല വിഷയങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറൊന്നുമില്ല. എങ്കിൽ കൂടി നമ്മൾ ആ സമയത്ത് കാണുമ്പോൾ നമ്മളാ പഠിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്ന പിള്ളേരെന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കുറേ വിശേഷങ്ങൾ നമുക്ക് വായടയ്ക്കാൻ സമയമുണ്ടായിട്ടില്ല. അത്രയും വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും പലവട്ടമായിട്ട് കണ്ടതാണെങ്കിലും നമുക്ക് എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചുമ്മാ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വന്നത് ബസ്സിലാണെങ്കിലും തിരിച്ച് നമുക്ക് ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ബോട്ടിൽ കയറി അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഒരുപാട് ശേഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കാണുകയാണ്, ഒരുപാട് വിശേഷങ്ങൾ പറയണു. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് അവരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് ബിസിയായി പോയിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഭയങ്കര നമ്മുടെ മൈൻഡ് നോക്കില്ലാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ മീറ്റപ്പൊക്കെ ഉള്ളത് നല്ലതാണ്. നമ്മുടെ മൈൻഡും നമ്മളെല്ലാം കൊണ്ടും നമ്മൾ ഒന്ന് റിഫ്രഷ് ആവും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് അടിപൊളിയായിരുന്നു. ബോട്ടിലൊന്നും ആരും ഇല്ലാത്ത കാരണം നമ്മൾ സെപ്പറേറ്റ് മാറി ഇരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വിൻഡോ സീറ്റാണല്ലോ എപ്പോഴും ഇഷ്ടം, അതുകൊണ്ട് മാറി നിന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. ഇവൾക്കും ഒരു ചാനലുണ്ട്, ആ ചാനലിലും ഈ സെയിം വീഡിയോ ഉണ്ടായിരിക്കും. ഇനി ആ ചാനൽ അറിയാത്തവർ ആ ചാനലും കൂടി ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.